24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. വാർത്ത നൽകുന്നവരും വാർത്ത സ്വീകരിക്കുന്നവരും ഒരേ വേദിയിലെത്തുന്ന ജനകീയ സമ്മേളനത്തിന് കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രേക്ഷകരെ സ്വീകരിക്കാൻ 24 ഫ്ലവേഴ്സ് കുടുംബവും സജ്ജം. ഉച്ചയ്ക്ക് 2 മണിക്ക് സമ്മേളനം ആരംഭിക്കും. 11 മണി മുതൽ സ്പോട്ട് രജിസ്ട്രേഷൻ അവസരമുണ്ട്. 5000-ഓളം പേരാണ് ഓൺലൈനായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രേക്ഷകർ സമ്മേളന വേദിയിലേക്ക് എത്തിത്തുടങ്ങി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്ന് വിജയകുമാർ ചേരുകയാണ്. വിജയകുമാർ, ഓരോ വീടുകളിലെയും സ്വീകരണ മുറികളിലിരുന്ന് അവതാരകരെയൊക്കെ കണ്ടവർ അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഭാഗമായവർ ഇന്ന് ഒന്നിക്കുന്ന വളരെ അപൂർവമായ ഒരു കാഴ്ചയ്ക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അല്പമണിക്കൂറിന് ശേഷം അവിടെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർണ്ണമാണ്? എങ്ങനെയാണ് അവിടുത്തെ ഒരു പങ്കാളിത്തം? ആളുകൾ എത്തിത്തുടങ്ങിയല്ലോ അല്ലേ? ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്തകൾ നൽകുന്നവരും അത് ഏറ്റെടുക്കുന്നവരും ഒരേ വേദിയിൽ വരുന്നു. അവർക്ക് പരസ്പരം സംസാരിക്കാനും ആശയവിനിമയം നടത്താനുമുള്ള ഒരു തുറന്ന വേദി. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സംസ്ഥാന സമ്മേളനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ടെലിവിഷൻ ചരിത്രത്തിൽ, ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഇത്തരം ഒരു പരീക്ഷണത്തിന് ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ ഇതിനു മുമ്പോ നേരത്തെയോ അവരതിന് തയ്യാറെടുത്തു അല്ലെങ്കിൽ അത്തരം ഒരു പരീക്ഷണത്തിന് മുതിർന്നു എന്ന് നമുക്ക് കരുതാനാവില്ല. ആ നിലയിൽ വലിയ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന, ജനപങ്കാളിത്തം എല്ലാ തരത്തിലും ഉണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ തുടങ്ങി. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതിന് അകത്തേക്ക് കടന്നിരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ രജിസ്ട്രേഷൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കി പ്രേക്ഷകർ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരികയാണ്. ഇത് നിറയാൻ, നമ്മളുടെ ഈ ഇൻഡോർ സ്റ്റേഡിയം നിറയാൻ ഇനി അധികം സമയം വേണ്ടി വരില്ല. പുറത്ത് ഇപ്പോൾ തന്നെ കാര്യമായ ക്യൂ നിലവിലുണ്ട്. അവരൊക്കെ അവരുടെ ഇതിൻ്റെ സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കി അകത്തേക്ക് കടന്നു വരും. ക്രിസ്റ്റീന, നമ്മൾ അത്ഭുതപ്പെട്ടത് രാവിലെ ഇവിടെ എത്തുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെയുള്ള 100 കണക്കിന് ആളുകൾ രാത്രിയിലെ ട്രെയിനിലൊക്കെ ഇവിടേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ യാത്ര തുടങ്ങിയവരാണ്. കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നൊക്കെയുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. തെക്കോട്ട് പോയാൽ നമ്മളുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നുള്ളവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ ഈ നമ്മളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം ഈ സീറ്റിൽ ഇരിക്കുന്നവരെയൊക്കെ കാണാം. എല്ലാവരും അവരവരുടെ ഈ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കി സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. നമുക്ക് 1:30-ക്കും 2 മണിക്കും ഇടയിൽ നമ്മളുടെ പരിപാടികൾ തുടങ്ങും. 1:30 മുതൽ നമ്മൾ നമ്മളുടെ ലൈവ്. വിജയകുമാർ, നമുക്ക് വിനീത വിജിയിലേക്ക് കൂടെ പോകേണ്ടതായിട്ടുണ്ട്. വിനീത, രാവിലെ തൊട്ട് പ്രേക്ഷകർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇനി ഒരുപാട് പേര് വരാനുണ്ട്. അതായത് നമുക്ക് ഈ കമന്റുകളിലൂടെ ഒക്കെ കാണാം, ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും വേണ്ട ഒരുക്കങ്ങൾ, സ്ഥല സൗകര്യങ്ങളൊക്കെ അവിടെ സജ്ജമല്ലേ? തീർച്ചയായും ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രജിസ്ട്രേഷന്റെ ഒരു ഭാഗത്തേക്കാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നിരവധി ആളുകൾ ഇതിന്റെ ഭാഗമായി ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കാസർഗോഡ് നിന്നാണ്. എൻ്റെ പേര് അനുരാഗ് എന്നാണ്. 24 ആയാലും ഫ്ലവേഴ്സ് ആയാലും എൻ്റെ ജീവിതത്തിൽ വളരെ വലിയൊരു സ്ഥാനം വഹിച്ചിരുന്നു. ഞാൻ ഫ്ലവേഴ്സ് 1 കോടിയിൽ പങ്കെടുത്ത ആളാണ്. എൻഡോസൾഫാൻ വിക്ടിം കൂടിയാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ പറ്റിയ ഒരു വേദി കിട്ടി. ജീവിതം തന്നെ വളരെ മാറ്റിയൊരു കുടുംബമാണ് 24 എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ 24-ൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് കലോത്സവത്തിൻ്റെ സമയത്ത് 24-മായി വലിയൊരു ആത്മബന്ധമുള്ള ആളാണ്. അപ്പോൾ പരിപാടിക്ക് നേരിട്ട് പങ്കെടുക്കാൻ. അതെ. എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയുണ്ട്? എല്ലാവരെയും കണ്ടോ നേരിട്ടൊക്കെ വന്നിട്ട്? ഇങ്ങനെ ഒരു വശത്ത് ചേച്ചി എവിടെ നിന്നാണ്? ഞങ്ങൾ വരട്ടീന്ന് വിനീത വിജയോട് ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെൽഫി എടുക്കാം. റീന എൻ്റെ പേര്, ചേച്ചി ചിപ്പി, ഞങ്ങൾ 3 പേരാ വന്നേക്കുന്നത്. കാണാം. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ വില്ലിംഗ്ടൺ ഐലൻഡ്, എറണാകുളം തന്നെ. വിനീത അല്ലേ? ഇങ്ങനെ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരുപാട് പേർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് കാസർഗോഡ് മുതൽ വിവിധ ഇടങ്ങളിൽ നിന്നെത്തുന്ന ആളുകളുണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ വലിയൊരു പ്രേക്ഷകർ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ശരി, വിനീത വിജിയും എസ് വിജയകുമാറുമാണ് കടവന്തറയിലെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ഒരുക്കങ്ങൾ, അവിടെ എത്തിച്ചേർന്ന പ്രേക്ഷകരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നമ്മളോട് പങ്കുവച്ചു.